In the service, you can provide detailed information pertaining to the clinical-oriented higher studies like trauma nursing, dialysis nursing, information regarding trends in nursing education and nursing services, and the ways to make advantage from the prevailing trends. So recent trends എന്തൊക്കെയാണ്, റീസെന്റ് അഡ്വാൻസ്മെന്റ്സ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. Information regarding sources of knowledge like books, journals, internet, ways to utilize this effectively. So various reference sources ഏതൊക്കെയാണ്, ഇതിനെയൊക്കെ എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാം, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇൻഫർമേഷൻ സർവീസ് ആർ ഹെൽപ്ഫുൾ. So that was about educational information. Now coming to occupational information. Here, this service can provide a clear picture regarding the scope of nursing in terms of career opportunities so that they can prepare in advance. So നഴ്സിംഗിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. So that the students can prepare in advance. Give information regarding the ways of selecting a good career in nursing and achieving career growth. Give information regarding the skill, abilities, and other attributes required for nursing. Successful nursing practice-ന് വേണ്ട skills, abilities ഇതൊക്കെ എന്താണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. Details regarding internationally reputed qualifying examinations like ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് പോകണമെങ്കിൽ യു ഹാവ് ടു പാസ് ഹാർഡ് അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിലേക്കാണെങ്കിൽ എൻക്ലെക്സ് ആർ എൻ ഇതുപോലത്തെ കാര്യങ്ങൾ, ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഏതൊക്കെയാണ്, അതിൽ ബേസിക് സ്കോർ എന്തൊക്കെയാണ്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ് എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒക്യുപേഷണൽ ഇൻഫർമേഷൻ ഇസ് ഹെൽപ്ഫുൾ. Information regarding ways to achieve mastery in English. Provide details regarding job vacancies such as advertisements, columns of nursing, employment, news, etc. So ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒക്യുപേഷണൽ ഇൻഫർമേഷൻ ഡെസ്കിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടിയാണ്. Now coming to personal and social information. So here information regarding the ways to lead a rounded life, ഒരു healthy life എങ്ങനെ ലീഡ് ചെയ്യാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. Information pertaining to the ways to inculcate essential qualities of a nurse such as empathy, compassion, commitment, perseverance. സോ ഇതുപോലെ നഴ്സസിന് മസ്റ്റായിട്ടും വേണ്ട കുറച്ച് ക്വാളിറ്റീസ് അത് സ്വന്തം പേഴ്സണാലിറ്റിയിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ വെയിൽസ് ടു ഡീൽ സ്ട്രെസ്. സോ നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വെൻ വി വർക്ക് ആസ് എ ടീം ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് സ്ട്രെസ്സേഴ്സ് അല്ലേ. അങ്ങനെ സ്ട്രെസ്സേഴ്സ് ഒക്കെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. Information related to the development of his philosophy of life. സ്വന്തം ലൈഫിൽ ഒരു ഫിലോസഫി ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം. Information regarding the ways and means to achieve success in professional life without undermining the personal life. സോ പലരും പ്രൊഫഷണലി സക്സസ്ഫുൾ ആയ പലരുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലൈഫ് വുഡ് ബി സീറോ. സോ എപ്പോഴും എങ്ങനെയാണ് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ദിസ് ഇൻഫർമേഷൻ സർവീസ് ഡെസ്ക് വുഡ് ബി ഹെൽപ്ഫുൾ. Next is about counseling services. So the counseling service involves helping the student in number of ways like understand what he can do and what he should do. എന്തൊക്കെ ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾക്കുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. Understand the choices he faces, opportunities open to him, the qualifications he possesses for the goal he has chosen. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മുന്നിലുള്ളത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആൾക്കുള്ളത്, എന്തൊക്കെ ഗോൾസ് ആണ് ആൾ സെറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട്, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് കൗൺസിലിംഗ് സർവീസ് ഇസ് ഹെൽപ്ഫുൾ. Handle his difficulties in a rational way and strengthen his best qualities. So സ്വന്തം ഡിഫിക്കൽട്ടീസ് ആഡിക്വേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും ബെസ്റ്റ് ക്വാളിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും കൗൺസിലിംഗ് സർവീസ് ഇസ് ഹെൽപ്ഫുൾ. Make his own decisions and plans on the basis of self-understanding. സോ സ്വന്തം പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാനും സ്വയം മനസ്സിലാക്കി
സ്വന്തം കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനിക്കാനായിട്ടും കൗൺസിലിംഗ് സർവീസ് വുഡ് ബി ഹെൽപ്ഫുൾ. Next is about placement services. So this helps the students to be in proper scholastic track so that placement service can easily place them in good careers. So എന്താ ഓരോ കരിയറിനും വേണ്ട ആ ഒരു ക്വാളിഫിക്കേഷൻസ് അതനുസരിച്ച് പ്രോപ്പർ അക്കാഡമിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്ലേസ്മെൻറ്റ് സർവീസ് വുഡ് ബി ഹെൽപ്ഫുൾ. Help the students to realize their career expectations by assisting them in finding a suitable job according to their attributes. So ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് എബിലിറ്റീസ് ഇതനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള കരിയർ കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് organizing campus interviews in association with manpower consultants and reputed hospitals and teaching institutions. സോ പലപ്പോഴും ബി എസ് സി ഫോർത്ത് ഇയർ അല്ലെങ്കിൽ എം എസ് സി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ placement services are provided in big institutions where good hospitals hire students based on an interview. So അങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് provide information regarding current trends in nursing and motivate students to reap benefits out of the trends. സോ റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ട്രെൻഡ്സ് ഇതൊക്കെ എന്തൊക്കെയാണ്, ഇതിൽ നിന്നും എങ്ങനെയാണ് കരിയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉളവാക്കുക എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് conduct career conferences with intention to provide information regarding qualifying examination. So career conferences നടത്തുക so that you can orient students regarding various career opportunities abroad and the various qualifying examinations. Conduct periodic talks of passed out students who are working in reputed institutions. So നമ്മളുടെ പാസ്ഡ് ഔട്ട് സ്റ്റുഡൻസുമായിട്ട് കോണ്ടാക്ട് കൊടുക്കുക so that they can help the freshers in getting an career opportunity. Conduct mock interviews and other tests for outgoing students in order to equip them for upcoming interviews and tests. സോ വരുന്ന ആ ഒരു വർഷത്തിൽ ഇൻ്റർവ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. കണ്ടക്ട് വർക്ക്ഷോപ്സ് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ഹാൻഡ്ലിംഗ് സ്കിൽസ്. സോ ലാംഗ്വേജ് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലാബ്സ് ഇതൊക്കെ കണ്ടക്ട് ചെയ്ത് കുട്ടികളുടെ ലാംഗ്വേജ് എന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്ലേസ്മെൻറ്റ് സർവീസ് ഹെൽപ്ഫുള്ളാണ്. Coming to the next area, which is remedial service. So in nursing education, remedial service is meant for helping the students to improve their study habits. So plus 2 വരെയുള്ള ഒരു സ്റ്റഡി ഹാബിറ്റ് അല്ല നഴ്സിംഗിൽ വരുമ്പോൾ വേണ്ടത്. ദേ ഹാവ് ടു ലേൺ ദ സ്കിൽ അല്ലേ. അപ്പോൾ അവരുടെ സ്റ്റഡി ഹാബിറ്റ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് remedial service would be helpful. Use techniques like interview, postcards, surveys or questionnaires. So these are the different techniques used. Interview, postcard, surveys or questionnaires. Information obtained is used for improving the curriculum, stimulating better teaching, increasing value of guidance services and establishing better college and community relationship. ഈ ഒരു ഫോളോ അപ്പ് സർവീസിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ we were discussing about the remedial service. So we discussed about improving adjustments in the clinical areas. So initially when the child goes to the clinical area, he may face difficulty. അപ്പോൾ അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് റെഡ്യൂസിങ് ദ സ്ട്രെസ് and guide properly in matters related to relationship between other health team members. നമുക്കറിയാവുന്നത് പോലെ തന്നെ വാർഡിൽ പോകുമ്പോൾ ഒരു ടീം ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. So if there are any difficulties regarding that should be helped out.